ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും നാരങ്ങ സോഡ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഇന്ന് അതല്ല ഉണ്ടാക്കാൻ പോകുന്നത്, മാങ്ങ സോഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു പച്ചമാങ്ങയുടെ ഹാഫ് എടുത്തൊരു മിക്സി ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പഞ്ചസാര ഇടാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ നമുക്ക് ജ്യൂസ് ആക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി പൾസ് ചെയ്തെടുക്കണം. ഇത്തിരി ഡൈല്യൂട്ട് ആകണം, എന്നാൽ മാത്രമേ നമുക്ക് അത് അരിച്ച് കിട്ടുള്ളൂ. അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. ഇതൊരു വെറൈറ്റി ഡ്രിങ്കാണ്. ഈ നല്ല ചൂടത്ത് വരുമ്പം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അവരുടെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം. ഫ്രണ്ട്സിനെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഏതൊരു ഡിഷിൻ്റെയും ടേസ്റ്റ് പൂർണ്ണമായി അറിയണമെങ്കിൽ പ്രസൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ റിമ്മിൽ ഒരു ഹാഫ് നാരങ്ങ എടുത്ത് ഒന്ന് റബ് ചെയ്യുക. ഇനി ഈ ഗ്ലാസ്സിന് ആ മുളക് പൊടിയും ഉപ്പ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു വെറൈറ്റി ആയില്ലേ ഇത്? സാധാരണ പഞ്ചസാരയിൽ ഇങ്ങനെ മുക്കിയെടുക്കാറുണ്ട്. ഇതൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് ഐസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിയാൻ സ്ക്വീസർ ഉപയോഗിക്കുകയാണെങ്കിൽ കുരു അതിനകത്ത് വിടില്ല. അല്ലെങ്കിൽ കുരു റിമൂവ് ചെയ്ത ശേഷം മാത്രം നമ്മളിങ്ങനെ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങ ജ്യൂസ് ഇല്ലേ, അത് ഒഴിക്കാം. അതിനുശേഷം സോഡ വെച്ച് ഗ്ലാസ് ഫില്ല് ചെയ്യാം. ബേസിൽ സീഡ്സ് അഥവാ കസകസ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ ഡെക്കറേഷനും ആയി. ഇത് തികച്ചും ഓപ്ഷണലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.